നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ലക്ഷ്മീസ് പ്രേയേഴ്സ്. കാളിദാസ മഹാകവിയെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. പുരാതന കവികളിൽ അഗ്രഗണ്യനാണ് കാളിദാസൻ. പ്രാചീന കവികളും ആധുനിക കവികളും കാളിദാസനെ ഒരുപോലെ ആദരിക്കുന്നു. സംസ്കൃത ഭാഷയ്ക്ക് കാളിദാസൻ നൽകിയ സംഭാവനകൾ മൂലം അദ്ദേഹത്തെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. സത്യത്തിൽ ഷേക്സ്പിയർ കാളിദാസന്റെ കാവ്യപ്രതിഭയുടെ ഒരു നിഴൽ മാത്രമാണ്. പണ്ട് കാളിദാസൻ ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണ ആട്ടിടയനായിരുന്നു. ബുദ്ധിക്കുറവുള്ള ഒരു മനുഷ്യനുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അയൽ രാജ്യത്തെ പണ്ഡിതയായ ഒരു പ്രഭുകുമാരി ഉണ്ടായിരുന്നു. തന്നെക്കാൾ പാണ്ഡിത്യമുള്ള ഒരുവന് മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ വന്നിട്ടും കുമാരി വിവാഹം കഴിച്ചില്ല. അവരെയൊക്കെ തന്റെ പാണ്ഡിത്യം കൊണ്ട് തന്നെ അവർ തോൽപ്പിച്ചു. ഈ പ്രവൃത്തി കൊണ്ട് ദേഷ്യം തോന്നിയ മറ്റ് പണ്ഡിതന്മാർ ഒരു തിരുമണ്ടനെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ കാളിദാസന്റെ ഗ്രാമത്തിൽ എത്തുന്നു. അപ്പോൾ കാളിദാസൻ ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്ന് കൊമ്പ് മുറിക്കുകയാണ്. അയാൾ ഇരിക്കുന്ന കൊമ്പാണ് മുറിക്കുന്നത്. ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണം ആവശ്യമില്ലല്ലോ. അയാൾ തന്നെയാണ് തങ്ങൾ അന്വേഷിക്കുന്ന മണ്ടൻ, പണ്ഡിതന്മാർ തീരുമാനിച്ചു. അങ്ങനെ കാളിദാസനെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളിട്ട് നല്ല സുന്ദരനായ ഒരു പണ്ഡിതനെ പോലെ വേഷമിടിച്ച് പ്രഭുകുമാരിയുടെ മുമ്പിൽ എത്തിക്കുകയാണ്. പണ്ഡിതനെ പരീക്ഷിച്ചു നോക്കാനായിട്ട് കുമാരി തൻ്റെ കയ്യിലെ 5 വിരൽ ഇങ്ങനെ ഉയർത്തി കാണിച്ചു. ഇത് കണ്ട കാളിദാസൻ കരുതി തന്നെ അടിക്കും എന്നവർ പറയുകയാണ്. തന്നെ അടിച്ചാൽ താൻ കുത്തും എന്ന് ഒരു വിരൽ, ചൂണ്ടുവിരൽ ഉയർത്തി അയാൾ കാണിച്ചു. യഥാർത്ഥത്തിൽ കുമാരി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം തന്നെയായിരുന്നു ആ ഒറ്റ വിരൽ. പഞ്ചപാണ്ഡവന്മാർക്ക് എത്ര ഭാര്യ എന്നാണ് ചോദ്യം. 5 വിരൽ ഉയർത്തി കുമാരി ചോദിച്ച ചോദ്യം. ഒരു ഭാര്യ എന്ന ഉത്തരമാണ് കാളിദാസൻ ചൂണ്ടുവിരലിലൂടെ പറഞ്ഞത്. അങ്ങനെ പ്രഭുകുമാരി കാളിദാസനെ വിവാഹം കഴിച്ചു. വിവാഹരാത്രി കുമാരി മുറിയിൽ എത്തിയപ്പോൾ കാളിദാസൻ ഉറങ്ങുകയായിരുന്നു. ഉണർത്താനായി കുമാരി പനിനീര് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തളിച്ചു. അപ്പോൾ കാളിദാസൻ വിചാരിച്ചു ആട് മൂത്രമൊഴിച്ചതാണെന്ന്. മാറി നിൽക്കൂ ആടേ എന്ന് അദ്ദേഹം ഉറക്കത്തിൽ പറഞ്ഞു. വൈകാതെ കാളിദാസനിലൂടെ തന്നെ എല്ലാ സത്യങ്ങളും പ്രഭുകുമാരി മനസ്സിലാക്കി. അന്ന് രാത്രി കുമാരി കാളിദാസനോട് ദൂരെ ഒരു കാളീക്ഷേത്രമുണ്ടെന്നും പാതിരാവാകുമ്പോൾ ക്ഷേത്രം തുറന്ന് അകത്തിരിക്കണമെന്നും ആര് വന്നാലും വാതിൽ തുറക്കരുതെന്നും പറഞ്ഞു. അർദ്ധരാത്രിയിൽ ഭദ്രകാളി എത്തുമെന്നും അകത്താരാണെന്ന് കാളി ചോദിക്കുകയാണെങ്കിൽ പുറത്ത് ആരാണെന്ന് ചോദിക്കുക. പുറത്ത് കാളിയാണെന്ന് പറഞ്ഞാൽ അകത്ത് കാളിദാസനാണെന്ന് മറുപടി പറയണമെന്നും പഠിപ്പിച്ച് ക്ഷേത്രത്തിലേക്ക് യാത്രയച്ചു. കാളിദാസൻ ക്ഷേത്രത്തിൽ കയറി ഇരിപ്പായി. അർദ്ധരാത്രിയിൽ കാളിയെത്തി. കുമാരി പറഞ്ഞ പോലെ തന്നെ കാളിദാസനാണെന്ന് അയാൾ ഉത്തരം പറഞ്ഞു. അപ്പോഴേക്കും ബ്രഹ്മമുഹൂർത്ത സമയമായിരുന്നു. കാളി അദ്ദേഹത്തോട് പുറത്തേക്ക് വരാനായി ആവശ്യപ്പെട്ടു. കാളിദാസനെ കണ്ടപ്പോൾ തന്നെ ദേവിക്ക് ബുദ്ധി സാമർഥ്യമില്ലാത്ത ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി. കാളി കാളിദാസനോട് നാവ് നീട്ടാനായി പറഞ്ഞു. എന്നിട്ട് ദേവിയുടെ ത്രിശൂലം കൊണ്ട് നാവിൽ ഓം എന്ന് എഴുതി. ശേഷം നീ എന്നും എൻ്റെ ദാസനായിരിക്കുമെന്നും അറിയപ്പെടുന്ന പണ്ഡിതനാകുമെന്നും പറഞ്ഞു. കാളി അനുഗ്രഹം ലഭിച്ചതിന് ശേഷമാണ് കാളിദാസന് ഭയങ്കരമായ പാണ്ഡിത്യം ഉണ്ടായതെന്നാണ് കഥയിൽ പറയുന്നത്. അങ്ങനെയാണ് കാളിദാസൻ ഈ കണ്ട കൃതികളെല്ലാം തന്നെ രചിച്ചത് എന്നാണ് കഥ. കാളിദാസന്റെ കൃതികൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മേഘസന്ദേശം, അഭിജ്ഞാന ശാകുന്തളം, കുമാരസംഭവം, മാളവികാഗ്നിമിത്രം, അങ്ങനെ ഒരുപാട് കൃതികൾ. ശുദ്ധമായ ഭാഷയിൽ രചിച്ച അദ്ദേഹത്തിന്റെ കൃതികളിൽ ഈ ഭൂമിയിലുള്ള സർവ്വ സൗന്ദര്യവും നമുക്ക് കാണാനായി സാധിക്കുന്നു. തിണ്ടുകുത്തി കളിയിൽ ഏർപ്പെട്ട ആനയുടെ ചന്തം പൂണ്ട താഴ്വരകളെ തഴുകുന്ന മേഘങ്ങളെ, രത്നഛായ വിധികരങ്ങളായ മഴവില്ലികളെ, ഉരകലിലെ പൊൻവര പോലെ മിന്നിത്തിളങ്ങുന്ന മിന്നൽ കൊടികളെയും, ചെന്താമര പൊൻതളികയ്ക്കകത്ത് കാന്തയോടൊത്ത് പൂന്തേൻ നുകരുന്ന വണ്ടുകളെയും, സൂചിഭിന്നങ്ങളായ കൈതപ്പൂക്കളെ കൊണ്ട് പാണ്ഡുച്ഛായ വഹിക്കുന്ന തോട്ടവേലികളെ, നാട്ടുകാക്കകളുടെ ബഹളം നിറഞ്ഞ ഗ്രാമവൃക്ഷങ്ങളെ, കൊമ്പിന്റെ തുമ്പുകൊണ്ട് പേടമാനിനെ തലോടി മയക്കുന്ന കലമാനികളെ, ശാന്തിയുടെ ഗർഭഗ്രഹങ്ങളായ ആശ്രമവാടങ്ങളെ,
രാജകഥാ കോവിദന്മാരായ ഗ്രാമവൃദ്ധന്മാരെ, അങ്ങനെ ഈ ഭൂമിയിലെ സൗന്ദര്യം മുഴുവൻ കാളിദാസ കൃതികളിൽ നമുക്ക് കാണാനായി സാധിക്കുന്നു. അഭിജ്ഞാന ശാകുന്തളത്തിൽ ദുഷ്യന്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ശകുന്തളയെ അദ്ദേഹം മറന്നുപോയി. പിന്നീട് ശകുന്തള മുന്നിൽ വന്നപ്പോ ഓമൽ കാന്തി തികഞ്ഞിവണ്ണമഴകാർന്നാസന്നമായുള്ളോരീ പൂമൈ മുമ്പു നുകർന്നതോ ഇവൻ അതല്ലയോ എന്നുറയ്ക്കായികയാൽ തൂമഞ്ഞുള്ളിലിരുന്ന മുല്ല പുലരിക്കണ്ടൊരു വണ്ടെന്ന പോൽ ആമോദത്തോടെ കൊള്ളാനും അഥവാ തള്ളാനും ആളല്ല ഞാൻ എന്നാണ് കൃതിയിൽ പറയുന്നത്. ഇത്രയ്ക്ക് മനോഹരമായാണ് ദുഷ്യന്തന്റെ വാക്കുകൾ കാളിദാസൻ ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഉപമാ കാളിദാസസ്യ. അദ്ദേഹം വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളാണ്. നവരത്ന പണ്ഡിതന്മാർ ആരൊക്കെയെന്നാല് ധന്വന്തിരി ക്ഷമണകാമ മമരസിംഹ ശംഖു വേതാള പട്ട കടകർപ്പര കാളിദാസ ഖ്യാതോ വരാഹമിഹിരോ നൃപതേ സഭയാം രത്നാനി വൈ വരരുചിർ നവവിക്രമസ്യ. അതായത് ധന്വന്തിരി, ക്ഷമണകൻ, അമരസിംഹൻ, ശംഖു, വേതാള ഭട്ടർ, ഖടകർപ്പരർ കാളിദാസൻ, വരാഹമിഹിരൻ, വരരുചിർ, ഇവരാണ് നവരത്നങ്ങൾ. ഇത്രയും മനോഹരമായ കാവ്യങ്ങളും ഉപമകളും നമുക്ക് സമ്മാനിച്ച മഹാകവി കാളിദാസനെ ലോകമുള്ള കാലത്തോളം ആരും മറക്കില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.